ബലരാമൻ ഇവിടെ താമസം തുടങ്ങുന്നതിന് മുമ്പ് വരെ ഇവിടുത്തെ കഥ എന്തായിരുന്നു? ഒന്ന് തിരക്കി നോക്കിയേ. തമ്പി കോൺട്രാക്ടറെ അവന്റെ ആൾക്കാരെയും പേടിച്ച് ഒരുത്തനും പുറത്തിറങ്ങില്ലായിരുന്നു. ഇതിപ്പോ എന്താടാന്ന് ചോദിച്ചാ ആരാടാന്ന് തിരിച്ചു ചോദിക്കാൻ ഒരാളുണ്ടായപ്പോ തമ്പി അടങ്ങി അത്ര തന്നെ. രാമേട്ടാ, പുലിമടയുടെ മുമ്പിൽ കൊണ്ടുവരുത്തിട്ട് മുങ്ങിക്കളയല്ലേ. നിങ്ങൾ ഒറ്റൊരാളുടെ ബലത്തിലാ ഈ കുരിശെടുത്ത് ഞാൻ തലവെച്ചത്, അറിയാലോ. പഞ്ചതന്ത്രത്തിലൊരു കഥയുണ്ട് ബഷീറെ. കിണറ്റ് വെള്ളത്തിലേക്ക് നോക്കിയ സിംഹം അതിൽ തന്നെ കണ്ട് പേടിച്ച കഥ. ലോകത്തിലുള്ള മിക്ക ചട്ടമ്മമാരും ഇങ്ങനെ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോ അപ്പ പതറും. ഇവിടെ ഇപ്പൊ അത്രേ സംഭവിച്ചുള്ളൂ. നിവൃത്തിയില്ലാതെ വന്നപ്പോ നമ്മളൊന്ന് തിരിഞ്ഞു നിന്നു. അല്ലോടി ഓട്ടം വെച്ച് നോക്കുമ്പോ തമ്പി കോൺട്രാക്ടിന് ഈ ചുരം ജന്മത്ത് കേറില്ലാന്ന് ഉറപ്പാ. എന്ത് പറഞ്ഞ സത്യേട്ടാ? അത് പിന്നെ പറയണോ മണി? ആ മാതിരി ലോഡല്ലേ ഇവൻ കൊടുത്തു വിട്ടത്. ഞാൻ വിട്ടു. എന്താടാ എന്താടാ നല്ല സ്വയം ആറ്റി മീനിന്റെ മണം. രമണിയച്ചേ, ബാക്കറിന്റെ പെൺകുളി നേരത്തെ പോരിട്ട് നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ഞാനും കൂടെ വരാണ്. ഇയാൾ രണ്ടെണ്ണം അടിച്ചോ? രമണിയെ, ഒരു 5-6 ഗ്ലാസും കുറച്ച് മീൻചാറും കൂടി ഇങ്ങോട്ട് എടുത്തു. എവിടെ ഇരുന്നടാ പോയി? പോയ വഴിക്കാ പോയാൽ മാത്രം മതി, കാര്യങ്ങൾ സാധിക്കണ്ടായോ? ഇതൊക്കെ ഇരുട്ടുന്നതിന് മുമ്പ് ആയിക്കൂടേടി. ഇത് രമണിയുടെ അനിയത്തി ആ കോളേജ് പഠിക്കുന്ന കൊച്ചല്ലേ? അതെ, BA പാസ്സായ കുട്ടിയാ. വലിയ കഷ്ടമാ എന്റെ കാര്യം. തള്ള മരിച്ചതോടെ അതിന്റെ കഷ്ടകാലം തുടങ്ങി. ഭാര്യയുടെ ഉപ്പാപ്പന കൊച്ചപ്പന എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നട് റോട്ടിലിട്ട് തല്ലണ തന്തയെ. പുതിയ സംബന്ധക്കാരിയായിട്ടിപ്പോ കുടുംബത്തിലാ പൊറുതി. എന്നിട്ട് കള്ളവാറ്റും കച്ചവടവും. കഴിഞ്ഞ ആഴ്ച രമണി വീട്ടിൽ പോകുമ്പോ ഞാൻ പറഞ്ഞു, നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കോളാൻ. ഇവിടെ നിൽക്കട്ടെ, നമ്മളെ കഴിയുന്നിടത്തോളം. ആ വാടാ, കുളിച്ചിട്ടൊരെണ്ണം അടിക്കാം. രണ്ടെണ്ണം അടിക്കാം. അമ്മാര് ബാലൻസ് വെച്ചാ മതിയായിരുന്നു. പണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കൊരു ഇന്റർവ്യൂ കാർഡ് വന്നിരുന്നു. നമ്മുടെ നല്ല കാലത്തിന് പോസ്റ്റ്മാൻ ആ കാർഡ് കൊണ്ട കൊടുത്തത് ഭാര്യയുടെ കയ്യിലാ. ഇന്റർവ്യൂ കഴിഞ്ഞ 5-ാമത്തെ ദിവസമാണ് ഞാനത് കാണുന്നത്. ഏതായാലും ഇതങ്ങനെ ഉണ്ടായില്ല. രാവിലെ വന്ന കത്ത നിന്റെ മോളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാ. അവിടെ എൻട്രൻസിന്റെ മോഡൽ എക്സാം നടത്തിയിരുന്നു. അവരുടെ 3 സെന്ററുകളിലും വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് അവക്കാ. ആണോ? കാണിച്ചേ. നീ നോക്കൂ, വലിയ പരീക്ഷ കഴിയുമ്പോ അവക്ക് 100-ൽ 100 ആയിരിക്കും. എനിക്കുറപ്പാ. ഇപ്പൊ കാവേരി കൂടി വേണമായിരുന്നു. സ്വപ്നം കണ്ടത് മുഴുവൻ അവളല്ലേ? എന്താ വന്നേ പറയാം. നമ്മുടെ മോള് ഡോക്ടറാവും. അവളുടെ ഇരിപ്പ് നോക്ക്. അമ്മയുടെ ചക്കര വാ. മോളെന്താ സ്വപ്നം കണ്ട് ചിരിക്കണു? അതെന്തായിരിക്കും? എന്താന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഈ സ്വപ്നം കണ്ടു തീരാൻ കുറേ സമയമെടുക്കും. അതുവരെ നമുക്കൊരു സ്വപ്നം കാണാം. ഇത് സ്ഥിരം പരിപാടിയാ. ഇത്തവണ എന്നാ പറ്റി താമസിക്കാൻ? പുതിയ സംബന്ധക്കാര് ക്ലിപ്പിട്ടോ? പിള്ളെ ക്ലിപ്പിടണമെങ്കിൽ കർത്താവ് ഒരു മാലാഖെ നൂലേല് ഭൂമിയിലോട്ട് അയക്കണം. മനസ്സിലായടാ?
ആരാടാ പട്ടി ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കടാ എരപ്പാളി. ആഹാ ഈ തങ്കമേടാണോ നിന്റെ കളിയൊക്കെ? ഞാൻ അറിഞ്ഞോ ഇവള് കുളിക്കുവാന്ന്. സീസൺ തുടങ്ങിയാ മതി, നാട്ടിലുള്ള സകല എരപ്പാളികൾ ഈ ചിറ്റാഴയില. ഞെത്തി. എടീ, പൂട്ടിപ്പോവാ. എങ്ങോട്ടാടി കെട്ടിപ്പൂട്ടി? കടയിലേക്ക്. ആ ഒരു കട, ഫു, വലിയ 5 സ്റ്റാർ ഹോട്ടലില്ലയോ? കണ്ട ലോറിക്കാർ വെച്ചോളമ്പാ നിൽക്കുന്നു ആസത്ത്. മാസം 3000 രൂപ ചുള പോലെ ശമ്പളം കിട്ടുന്ന 1-ാം തരം ജോലിയാ ബൈസൻ വാലിയിൽ എന്റെ അളിയൻ ലൂക്കോച്ചൻ ഏർപ്പാടാക്കിയത്. അപ്പൊ അവക്ക് ഏനക്കേട് പുഞ്ഞ അനുഭവിച്ചോ? സീസൺ കഴിഞ്ഞാൽ പിറ്റേന്ന് എന്നോടൊപ്പം ചൊരം ഇറങ്ങിക്കോണം. കണ്ട് നസ്രാണിച്ചോട് പൊറുക്കാൻ തീരുമാനിച്ചവരെ ഒറ്റയ്ക്ക് പുറത്താ മതി. അങ്ങോട്ട് മോളെ കൂട്ടാന്ന് വിചാരിക്കണ്ട. ഒരച്ഛന് വിചാരിക്കാം. അയ്യോ ഒരു അച്ഛൻ ലോകത്ത് ഒരു മക്കൾക്കും കാണില്ല ഇങ്ങനൊരു അച്ഛൻ. വാ എടിയാ താക്കോലി എന്നിട്ട് പോ. വേണേ കടയിൽ വന്ന് സത്യേട്ടനോട് വാങ്ങിച്ചോ. നിക്കാനാ പറഞ്ഞേ, എനിക്കൊന്ന് വെളിക്ക് പോണം. താക്കോലി വന്നിട്ട് പോ. വെളിക്ക് പോയനായാലും അകത്ത് പോയനായാലും താക്കോല് സത്യേട്ടനോട് വാങ്ങിച്ചോ. അതിന്റെ പട്ടി വരും. പോടി. ഓ പോയി. പോട്ടെ. കാലാപ്രകി മൈക്കണ്ണിയാളെ ഇങ്ങോട്ട് ഇറങ്ങി പാടി. പറഞ്ഞനുസരിക്കത്തില്ലേടി? എത്തിയോ? ആ എന്താ? ഉപ്പാപ്പന്റെ കൈക്ക് ഒരു വേദന. ഓ, ബൈസൻ വാലി തോട്ട എറിഞ്ഞപ്പോ കൈ ഉളുക്കിയതാ. അത് ഓർക്കാതെ മടിയിൽ കുപ്പി എടുത്തപ്പോ പടകോത് താഴെ. അയ്യടാ. ഇനിയിപ്പോ എന്നാ ചെയ്യാനാ? രമണി കുച്ചേ ആ ചൂലെടുത്തൊക്കെ ഒന്ന് തൂത്തുകളാ. എങ്ങോട്ടാ? കുപ്പിച്ചില്ലല്ലയോ, കാലെ കൊണ്ട പഴുക്കും. വലിയ ഞാനി മോളെ ചൂല് വേണ്ട, ഉപ്പാപ്പ തന്നെ പെറുക്കിക്കൊള്ളാം. ദേവൂണ് പെറുക്കി. ഊറാൻ പറ്റി താക്കോല് ചോദിച്ചപ്പോ നീ എന്നാടി പറഞ്ഞേ? സത്യേട്ടനോട് മേടിച്ചോന്നും പറഞ്ഞു ഓടിയ പട്ടി. സത്യൻ ആരാടി? എന്തോ എന്റെ ചെക്കനായി ഇവൻ. മാറ് മാറ്, കയ്യിൽ വിട്. എന്റെ രമണി മോടെ കെട്ടിയോ പിള്ളവും പാപ്പാന്ന് തികച്ചു വിളിക്കല്ല ഇവൻ. എന്നെ ജീവനാ എന്റെ കുഞ്ഞിന്. ആ അപ്പോഴാ അവിടെ ഒരു സത്യേട്ടൻ ആരാടി? രമണി ആ ചോറിങ്ങെടുത്തു. മല പോലെ വന്നിട്ട് എലി പോലെ പോയി. പപ്പ പിന്നെയും വന്നാ? ആ ഡാ, വൈകിട്ട് നേരത്തെ ഇങ്ങ് വന്നേക്കണേ. ഓ ആ പോയോ? ആര്? ഈറ്റ എന്റെ കൈ കിട്ടിയില്ല. എപ്പോ ബലരാമൻ സാറെ കണ്ടാൽ തനിക്കൊരു മുങ്ങലിട്ടല്ലോ. എന്തോട് നിങ്ങൾ തമ്മില്? എന്ത്? എടോ, നമ്മുടെ നിലവാരമുള്ളവരോട് വേണം നമ്മൾ മുട്ട. ഇല്ലെങ്കിൽ അതിന്റെ കുറച്ചിൽ നമുക്കടാവൂ. ആണോ? പിന്നെ ഒരു 50 രൂപയുണ്ടോ? ഇല്ല. വേണ്ട. എത്രയടി? 28. 28. വിശക്കുന്നല്ല. അതെ, ഒന്ന് എന്നെ ദേ ഈ പെട്ടിയും കൂടെ അങ്ങ് എടുത്തു. ഇതിവിടെ ഇരുന്നോട്ട് മക്കളെ. ഉപ്പാപ്പൻ ഇവിടെ അല്ലയോ കിടക്കുന്നേ? അല്ലല്ലോ, അതുകൊണ്ടാണ് ഈ ശവപ്പെട്ടി എടുത്തോട്ട് പൊക്കോളാൻ പറഞ്ഞേ. ദേ ഇനി ഇതിന്റെ മുമ്പിൽ നിന്ന് തിത്തത്ത കളിച്ചാണ്ടല്ലോ. ഇങ്ങോക്കെ അമ്മച്ചിയാണ് അടി ഉറപ്പാ. എന്ത് പറഞ്ഞു എങ്ങനാ മക്കളെ? അവിടെ ഇവിടെ കിടന്നാ കാട്ടാന കണങ്കാലെ തൂക്കി അലക്കത്തില്ലയോ? ഒന്നുമില്ലല്ലോ നിന്റെ രമണിയുടെ ഉപ്പാപ്പനല്ലയോടാ? ഒരേ ചോര അല്ലയോടാ ഞാൻ? ഒരേ ചോര. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു പിള്ള ഉപ്പാപ്പ വന്നേക്കണം. ആ കൊടു 28 രൂപ. കാശറാ പൊട്ടം കളിക്കാതെ. എന്നാന്ന് നീ എന്നാ ഈ പൊട്ടം കളിക്കുന്നേ? കാശറാ. അയ്യോ പൊട്ടനാ, കാശ് കൈയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലടാ. ഞണ്ണി കഴിഞ്ഞിട്ടാടാ പറയുന്നത്. രാവിലെ ഓരോന്ന് വന്ന് കേറിക്കോളും. കാശ് എന്നിട്ട് പോയാ മതി. അങ്ങ് മാറിക്കേ. എത്ര അവന്റെ കാശ്? ഓ 28. ഓ അത്രേ ഉള്ളു. അതിനാണോ ഈ പാവം മിണ്ടാപ്രാണിയെ കണ്ണീരുടിപ്പിച്ച്? 30. പാടാ അപ്പെട്ടിരുന്നിട്ട് പുറകെ. അത് പറ. മത്തായി പിള്ള ചെറ്റയാ. അത് പറയണ്ട. പക്ഷെ അതിലും ചെറ്റയാ ഇവിടെ ചിലര് നിനക്ക് മനസ്സിലായല്ലോ. മാറിയില്ലല്ലേ? കഴുത്തിക്ക് എന്നാ ബലം? പ്രസംഗി